ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കുകളിൽ ഒന്ന് കന്നിമൂലയാണ്. ഇവിടെ കിണർ വന്നാൽ അത് വെള്ളത്തിന്റെ ഇതാവും, ബോർവെൽ വന്നാലും അത് വെള്ളത്തിന്റെ ഇതാവും. അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് വാട്ടറിന്റെ കുഴി, മഴക്കുഴി, ഇതൊക്കെ വെള്ളത്തിന്റെ എനർജിയാണ് നമുക്കിവിടെ തരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാടില്ല. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എർത്ത് എനർജി ഇവിടെ സ്വാഭാവികമായും വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കുകളിൽ ഒന്ന് ആ വീടിന്റെ കന്നിമൂലയാണ്. അപ്പോൾ നമുക്ക് എന്ത് കാര്യം നിങ്ങൾ നോക്കുമ്പോഴും പറയുമ്പോഴും കൃത്യമായിട്ട് ആ കോമ്പസ് നോക്കിയിട്ട് മാത്രമേ നിങ്ങളൊരു കാര്യത്തെപ്പറ്റി പറയാനോ മനസ്സിലാക്കാനോ ചെയ്യാനോ പാടുള്ളൂ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്ന എല്ലാ കാര്യങ്ങളും കോമ്പസ് ബേസ് ചെയ്തിട്ടാണ്. എല്ലാ വീടും ദിക്കിലാകണമെന്നില്ല, ദിക്കും വിധിക്കുമുണ്ട്. അതൊക്കെ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതായത് നിങ്ങളുടെ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലും മൊബൈലുണ്ട്, മൊബൈലിൽ കോമ്പസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്ലോട്ടിൽ നിന്നിട്ട് കറക്റ്റ് റോട്ടിലേക്ക് നിൽക്കുന്നു, നിങ്ങൾ കയ്യിലൊരു മൊബൈൽ എടുക്കുക, മൊബൈൽ എടുത്തിട്ട് അതിൻ്റെ കോമ്പസ് നോക്കുക. ആ കോമ്പസ് കറക്റ്റ് ആണോ എന്ന് നിങ്ങളൊന്ന് നോക്കേണ്ടതുണ്ട്. പല കോമ്പസുകളും കറക്റ്റ് അല്ല. അപ്പോൾ നിങ്ങൾ വേറെ ഒരു മാനുവൽ കോമ്പസുമായി നിങ്ങളുടെ കോമ്പസ് നോക്കുക. അത് കറക്റ്റ് ആണെങ്കിൽ അതനുസരിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് പുറത്തോട്ട് സ്റ്റഡി ആയിട്ട് നിന്ന് നോക്കുക. നോക്കുമ്പോൾ ഈസ്റ്റ് ആണെങ്കിൽ അത് ദിക്കിലാണ്, സൗത്ത് ആണെങ്കിൽ അത് ദിക്കിലാണ്, വെസ്റ്റ് ആണെങ്കിൽ ദിക്കിലാണ്, നോർത്ത് ആണെങ്കിൽ ദിക്കിലാണ്. പക്ഷെ നിങ്ങളുടെ കോമ്പസ് ഇങ്ങനെ പിടിക്കുമ്പോൾ, നിങ്ങളുടെ മൊബൈൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങളിവിടെ കാണിക്കുന്നത് ഒരു SE ആണ്. അതായത് സൗത്ത് ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ദിക്കിലല്ല, ഈ പ്ലോട്ട് വിദിക്കിലാണ്. SW ആണെങ്കിൽ സൗത്ത് വെസ്റ്റ് വിദിക്കിലാണ്, NW ആണെങ്കിൽ നോർത്ത് വെസ്റ്റ് വിദിക്കിലാണ്, NE ആണെങ്കിൽ നോർത്ത് ഈസ്റ്റ് വിദിക്കിലാണ്. അപ്പോൾ ദിക്കും വിധിക്കും. അപ്പോൾ ഇതിൽ വാസ്തുവിൽ പറയുന്നു ദിക്കിലെ വീടുകളാണ് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇത് കോമ്പസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സൗത്ത് ആണ്, ഇത് നോർത്ത് ആണ്, ഇത് വെസ്റ്റ് ആണ്, ഇത് ഈസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സൗത്തും വെസ്റ്റും കൂടി ചേർന്ന് സൗത്ത് വെസ്റ്റ് ആണ് യഥാർത്ഥ കന്നിമൂല. അപ്പൊ ഈ കന്നിമൂല ഭാഗത്ത് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. കന്നിമൂല ഭാഗത്ത് നമുക്ക് എന്ത് പാടില്ല? വെള്ളം പാടില്ല. അപ്പോൾ ഇവിടെ വെള്ളം പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? ഒന്ന്, ഇവിടെ കിണർ വന്നാൽ അത് വെള്ളത്തിന്റെ ഇതാവും, ബോർവെൽ വന്നാലും അത് വെള്ളത്തിന്റെ ഇതാവും. അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് വാട്ടറിന്റെ കുഴി, മഴക്കുഴി, ഇതൊക്കെ നമുക്കിവിടെ വെള്ളം, അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള ഒരു കുളം, ഇതൊക്കെ വെള്ളത്തിന്റെ എനർജിയാണ് നമുക്കിവിടെ തരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാടില്ല. ഇത് പാടില്ല എന്ന് പറയുന്നതിൽ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നിമൂല എപ്പോഴും കുഴിയാൻ പാടില്ല, ഉയർന്നിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എർത്ത് എനർജിയാണ്, ഇവിടെ ഫംഗ്ഷൻ പ്രകാരം എർത്ത് എനർജിയാണ്. അപ്പോൾ എർത്ത് എനർജി ഒരുപാട് ഹെവി ആയിട്ട് നിൽക്കേണ്ട ഏരിയ ആണിത്. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എർത്ത് എനർജി ഇവിടെ സ്വാഭാവികമായും വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലത്ത് ഇത് പാടില്ല. എന്ത് പാടില്ല? ഇത്തരത്തിലുള്ള കുഴിയോ വെള്ളമോ പാടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റുകൾ കൊടുക്കാം, നല്ല പെബിൾസ് കൊടുക്കാം, നല്ല രണ്ട് ഉരുളം പാറക്കല്ല്, ഇത്തരത്തിലുള്ള ഇപ്പൊ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത്തരത്തിലുള്ള രണ്ട് നല്ല ഉരുളം കല്ലുകൾ ഈ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കുന്നത് നല്ലൊരു എർത്ത് എനർജിയാണ്. ഫംഗ്ഷൻ പ്രകാരം അതിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നിമൂലയിൽ നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് എർത്ത് എനർജിയാണ്. രണ്ട് ഉരുളം വലിയ പാറക്കല്ല് വെച്ചാൽ ആ എർത്ത് എനർജി കുറച്ചും കൂടെ സ്ട്രോങ് ആവും. എന്തുകൊണ്ടാണ് രണ്ടെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 9 സ്ഥലങ്ങളിലും ഓരോ നമ്പറുകൾ ഫംഗ്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ സൗത്ത് വെസ്റ്റിന്റെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അതുകൊണ്ട് 2 എന്നുള്ള 2 പാറക്കല്ലാകുമ്പോൾ അല്ലെങ്കിൽ 2 ഉരുളം കല്ലാകുമ്പോൾ അതിൻ്റെ ആ ഒരു നമ്പരും കൂടെ അവിടെ കറക്റ്റ് ആവും. അതുകൊണ്ടാണ് 2 എന്ന് പറയുന്നത്. വാട്ടർ ടാങ്ക്, അപ്പോൾ വാട്ടർ ടാങ്ക് വെക്കുമ്പോൾ ഇതെങ്ങനെ വെക്കാമെന്ന് ചോദിക്കുന്ന പലരും വാട്ടർ ടാങ്ക് എവിടെ വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. ബഹുഭൂരിപക്ഷം ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക വീടുകളും നോർത്ത് ഈസ്റ്റിലായിരിക്കും കൊണ്ടുവന്ന് കിച്ചൺ വെക്കുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ കിച്ചൺ വെക്കുമ്പോൾ സ്വാഭാവികമായി ആ കോർണറിൽ ഇവിടെ ഒരു ചിമ്മിനി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ കൊണ്ടുപോയി വെള്ളം വയ്ക്കും. ഇവിടെ വെള്ളം വയ്ക്കാൻ അവർ മനസ്സിൽ കൊണ്ട് സ്വയം കരുതുന്ന മറ്റൊരു കാര്യമുണ്ട്. നോർത്ത് ഈസ്റ്റ് ഇവിടെ താഴെ ഇവിടെയാണല്ലോ കിണർ വരുന്നത്. അപ്പോൾ വെള്ളത്തിന്റെ സ്ഥാനം എവിടെയാണ്? വടക്ക് കിഴക്കാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ വെച്ചുകൂടാന്നുള്ളതാണ്. ഈ വെള്ളത്തിന്റെ സ്ഥാനം ഇവിടെ ഗ്രൗണ്ടിൽ ഇവിടെ വെക്കാം. അതേസമയം വീടിന്റെ മുകളിലേക്ക് വരുമ്പോൾ നോർത്ത് ഈസ്റ്റിൽ വെള്ളം കൊണ്ടുവച്ച് അവിടെ വെയിറ്റ് കയറ്റാൻ പാടില്ല. അത് എവിടെ കൊണ്ടുപോകാം? അത് നേരെ കന്നിയിൽ കൊണ്ടുപോകാം. അപ്പൊ കന്നിയിൽ വെള്ളം വെക്കാം. എങ്ങനെ വെക്കാം? സൗത്ത് വെസ്റ്റ് കോർണറിൽ നിന്നും നോർത്ത് ഈസ്റ്റ് കോർണറിലേക്ക് ഒരു ചരട് വലിക്കുമ്പോൾ ഈ ചരടിൽ കയറാത്ത രീതിയിൽ ഇവിടെയോ നമുക്ക് എന്ത് ചെയ്യാം? വാട്ടർ ടാങ്ക് വെക്കാം. അപ്പൊ കന്നിയിൽ വെള്ളം വെക്കാം, പക്ഷെ അത് വെയിറ്റ് കയറി ഉയർന്നിരിക്കത്തക്ക രീതിയിൽ അതിന്റെ മുകളിൽ വെക്കാം, ഗ്രൗണ്ടിൽ പാടില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കന്നിമൂലയിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോവാം.
ഇപ്പോൾ ഫംഗ്ഷനിൽ വളരെ സിമ്പിളായിട്ട് ഒരു വീടിൻ്റെ വാസ്തുദോഷങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് 4 സ്വർഗീയ മൃഗങ്ങളാൽ ഒരു വീടിനെ സംരക്ഷിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. ഒന്ന്, ഒരു വൈറ്റ് ടൈഗർ. വൈറ്റ് ടൈഗർ എവിടെ വെക്കാം? നിങ്ങളുടെ ലിവിംഗ് റൂമിൻ്റെ വെസ്റ്റിൽ വെക്കാം. ലിവിംഗ് റൂമിൻ്റെ വെസ്റ്റിൽ ഈ രീതിയിൽ വൈറ്റ് ടൈഗറിനെ പ്ലേസ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാം? ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു 7 അടിയോ 8 അടിയോ ഹൈറ്റിൽ ചെയ്യാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു ഗ്രീൻ ഡ്രാഗൺ വെക്കാം. ഗ്രീൻ ഡ്രാഗൺ എവിടെ വരും? അപ്പോഴേ ഈസ്റ്റിൽ വരും. അപ്പം ഇതുവരെ വെച്ചതിൽ നിന്നും ഉയർത്തി വേണം ഗ്രീൻ ഡ്രാഗൺ വെക്കാൻ. അടുത്തത് സൗത്തിൽ നമുക്ക് ഫീനിക്സ് ബേർഡ് വെക്കാം. അപ്പോൾ വൈറ്റ് ടൈഗർ നമ്മളൊരു 8 അടിയാണ് ഹൈറ്റിൽ വെച്ചാക്കുന്നതെങ്കിൽ ഫീനിക്സ് ബേർഡും അതേപോലെ ഒരു 8 അടി ഹൈറ്റിൽ സൗത്തിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോർത്തിൽ എന്ത് വെക്കാം? ടോർട്ടോയ്സ് വെക്കാം, ടർട്ടിൽ വെക്കാം, നോർത്തിൽ വെക്കാം. അപ്പം ഈസ്റ്റിൽ ഗ്രീൻ ഡ്രാഗൺ, വെസ്റ്റിൽ വൈറ്റ് ടൈഗർ, സൗത്തിൽ ഫീനിക്സ്, നോർത്തിൽ ടോർട്ടോയ്സ്. അതിൽ ഡ്രാഗൺ മാത്രം അല്പം ഉയർന്നിരിക്കണം. അപ്പോൾ ഈ 4 അനിമൽ 4 ദിക്കുകളെ സംരക്ഷിക്കുമെന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. ഇനി ശ്രീബുദ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിനെ സംബന്ധിച്ച് അതിപ്പോൾ നമുക്ക് എല്ലാ പുതിയ വീടുകളിൽ എവിടെ ചെന്നാലും ഒരു ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു കാണുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു പിക്ചർ എങ്കിലും കാണുന്നുണ്ട്. അപ്പോൾ ശ്രീബുദ്ധനെ വീട്ടിൽ വെക്കാൻ കൊള്ളാമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നല്ലതാണ്. ശ്രീബുദ്ധൻ എപ്പോഴും ഒരു ശാന്തിയുടെയും ഒരു സമാധാനത്തിൻ്റെയും ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് സ്വീകരണ മുറിയിൽ വെക്കാം. അതുപോലെ ഇത് ഏത് ഡയറക്ഷനിലാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വീടിൻ്റെയും വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു ഏറ്റവും നല്ലതായിട്ട് ഫെങ്ഷുയിൽ പറയുന്നത്. ഇതൊരു ക്വാൻ കിങ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു ആണ്. ഇത് മെയിൻ ഡോറിലോട്ട് ഇതിനെ നമുക്ക് ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ മെയിൻ ഡോർ ഏത് ഡയറക്ഷനിലോട്ടോ ആയിക്കോട്ടെ ആ മെയിൻ ഡോറിലേക്ക് ക്വാൻ കിങ്ങിനെ വെക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലും നമുക്ക് ക്വാൻ കിങ്ങിനെ വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.